അടുത്ത കാലത്തായി ഞാൻ കണ്ടതിലെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ, ഒരു ഡോക്ടർ എന്നതിലപ്പുറം സഹജീവി, സ്നേഹമുള്ള നല്ലൊരു മനുഷ്യൻ എന്ന് തന്നെ പറയാം ഡോക്ടർ ഹാരിസ്. അദ്ദേഹത്തിനെ പോലെ സത്യസന്ധനായ മറ്റൊരു ഡോക്ടറെ ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും കണ്ടെത്താനായിട്ടില്ല. ഒരു പക്ഷേ കാണുമായിരിക്കാം. എന്തായാലും ഹാരിസ് പുറത്തേക്ക് വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹാരിസിൻ്റെ ചില പ്രസ്താവനകൾ സമൂഹ മധ്യത്തിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇത്രയേറെ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഡോക്ടർ ഹാരിസിന് നിരവധി ആരാധകരാണുള്ളത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളോട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഡോക്ടർ ഹാരിസ് സത്യസന്ധനായിട്ടുള്ള ആ ഡോക്ടർ ചില കാര്യങ്ങൾ താൻ പദവിയിലിരിക്കുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം സത്യത്തോടു കൂടി, അതിന് തെളിവോടുകൂടി തന്നെ അത് പുറം ലോകത്തെ അറിയിച്ചതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് വലിയ ഔദ്യോഗിക തലത്തിൽ ഇരിക്കുന്ന അദ്ദേഹം ചെയ്ത വലിയൊരു തെറ്റായി, വലിയൊരു പാതകമായിട്ടാണ് ഇപ്പോൾ സർക്കാർ കാണുന്നത്. നിരവധി തവണ മെഡിക്കൽ കോളേജിലെ നിരവധി വിഷയങ്ങൾ എടുത്തു പറഞ്ഞ് നിരവധി ഉപകരണങ്ങളില്ല എന്നുള്ളതും അതുപോലെ മറ്റുള്ള പ്രതിസന്ധികളുമൊക്കെ ഈ പറഞ്ഞിട്ടുള്ള മേൽ ഉദ്യോഗസ്ഥരെ അദ്ദേഹം അറിയിച്ചിരുന്നെങ്കിലും യാതൊരു ഫലവും ഉണ്ടാകാത്തത് കൊണ്ടാണ് അദ്ദേഹം അവസാനം പറഞ്ഞത്, ഞാൻ എൻ്റെ പ്രൊഫഷനെ ആത്മഹത്യ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇനി ഒരു പക്ഷേ എനിക്കിതുപോലെ തുറന്നു പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ മരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. മരിച്ച ഒരു കരിയറിന് പിന്നീട് ഒരു പുതുജീവൻ നൽകാൻ പറ്റില്ലല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം ഏറ്റെടുത്ത് പറഞ്ഞത്. ഇനി എനിക്കിതുപോലെ തുറന്നു പറയാൻ കഴിയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ വരികയും ചെയ്തു. കാരണം സർക്കാർ ഔദ്യോഗിക തലത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സമൂഹ മധ്യത്തിൽ ഒന്നും തുറന്നടിക്കാൻ പറ്റില്ല, സത്യസന്ധമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് ചില ഔദ്യോഗിക നടപടികൾ നേരിടും എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് തുറന്നു പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കേരള ജനം മുഴുവനും ഏറ്റെടുത്തു. സർക്കാരിനെതിരെ തിരിയുകയും ചെയ്തു. വളരെ രൂക്ഷമായ വിമർശനമാണ് രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ ജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായത്. ഏതായാലും നിരവധി ഇദ്ദേഹത്തിൻ്റെ ഒറ്റ പോസ്റ്റ് മൂലം ചില കാര്യങ്ങളെങ്കിലും ഒരുപക്ഷെ സർക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ആശ്വാസകരം. ഡോക്ടർ ഹാരിസ് ആ സ്നേഹവാനായ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ ജനങ്ങൾക്ക് നൽകിയ നല്ലൊരു സമ്മാനം എന്ന് തന്നെ ഇത് പറയേണ്ടിയിരിക്കും. ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സ്, ഇത്തരത്തിലുള്ള ഔദ്യോഗിക തലത്തിലുള്ളവർ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ, അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ഇനിയും മുന്നോട്ട് വരട്ടെ. ഒരുപക്ഷെ അവരവരുടെ പ്രൊഫഷനെ ആത്മഹത്യ ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കണം പുറത്തേക്ക് വരേണ്ടുന്നത് എന്നുകൂടി ഈ തരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, താൻ ബ്യൂറോക്രസിയെ മാത്രമാണ് കുറ്റം പറഞ്ഞത്. ഒരിക്കലും സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ ആരോഗ്യ വകുപ്പിനെയോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ മറ്റുള്ള സഹപ്രവർത്തകരെയോ ഡോക്ടേഴ്സ് ഒന്നുമല്ല ഞാൻ കുറ്റം പറഞ്ഞത്. മെഡിക്കൽ കോളേജ് എന്നുള്ളത് 1956 കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്ന ഒരു ഹോസ്പിറ്റൽ, ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അത് ഒരു പക്ഷേ ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കാൻ പറ്റുന്ന ഒന്ന്. ഡൽഹി എയിംസിനോളം തന്നെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും എത്തപ്പെടാൻ സാധ്യതയുള്ള ഒന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ള ഒന്നിനോടും ആരോടും പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ആരുടെയും കുറവുകൾ ഏറ്റു പറഞ്ഞതോ ഒന്നുമല്ല. പക്ഷേ ഞാൻ ബ്യൂറോക്രസിയെ മാത്രമാണ് അപലപിച്ചത്, ബ്യൂറോക്രസിയെ മാത്രമാണ് ഞാൻ കുറ്റം പറഞ്ഞത്. ഏതാനും പ്രതിസന്ധികൾ പരിഹരിച്ചേ മതിയാവൂ എന്നുള്ളതും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ തെളിവുകൾ അന്വേഷണ സമിതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. സഹപ്രവർത്തകർ എനിക്ക് അനുകൂലമായിട്ടാണ് മൊഴി നൽകിയത്. ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. തുറന്നു പറച്ചിൽ കൊണ്ട് ഗുണമുണ്ടായി. രോഗികളുടെ ശസ്ത്രക്രിയ കൃത്യമായി നടത്താൻ കഴിഞ്ഞു. അവരൊക്കെ ഞങ്ങളെ വന്നു കണ്ടു, പുഞ്ചിരിച്ച് നന്ദിയോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അതോടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്വേഷണ സമിതിയോട് പറഞ്ഞിട്ടുണ്ട്. പല പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹരിക്കാൻ കഴിയാതെ നിലനിൽക്കുന്നുമുണ്ട്. അത് പരിഹരിച്ചേ മതിയാകൂ. അതിന് സർക്കാർ മുൻകൈ എടുക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങളെക്കുറിച്ച് പരസ്യമായി തുറന്നു പറഞ്ഞത് ശരിയായില്ല. അതെൻ്റെ തെറ്റാണ്, എനിക്കറിയാം. വേറെ വഴിയില്ലായിരുന്നു.
ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പോസ്റ്റിൽ സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ടില്ല. ബ്യൂറോക്രസിയെ മാത്രമാണ് കുറ്റം പറഞ്ഞത്. എന്നാൽ വിഷയം കൈവിട്ടു പോവുകയായിരുന്നു. അതിൻ്റെ സമ്മർദ്ദത്തിലായിരുന്നു ഞാൻ. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചതും മുഖ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പ് മന്ത്രിയും പാർട്ടിയെയുമാണ്. ഇവർ 3 പേരും എനിക്ക് ഒരുപാട് പിന്തുണ തന്നവരാണ്. അവർക്കെതിരെയാണ് ചിലർ എൻ്റെ പോസ്റ്റുകൾ ഉപയോഗിച്ചത്. കോട്ടയത്ത് നിന്ന് എനിക്ക് ട്രാൻസ്ഫർ ലഭിച്ചതും അവർ കാരണമാണ്. ഇതെൻ്റെ തന്ത്രമല്ല. ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞത്. എനിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റേത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമല്ല. എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. മെഡിക്കൽ കോളേജിനെ മോശമാക്കി പറഞ്ഞതല്ല. അത് പ്രശസ്തരായ ഡോക്ടർമാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാ വകുപ്പുകളിലും മികച്ച ജീവനക്കാരാണുള്ളത്. ഇത്തരത്തിലാണ് ഹാരിസ് ഇന്ന് രാവിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അക്കമിട്ട് നിരത്തുന്ന അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അദ്ദേഹവും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ബ്യൂറോക്രസിക്ക് എതിരായിട്ട് തന്നെയാണ്. എന്താണ് ബ്യൂറോക്രസി? സർക്കാരിന് എതിരെയാണ് അല്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും ഇതെല്ലാം നടത്തേണ്ടുന്ന വീണ ജോർജ് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ പിഴവ് തന്നെയല്ലേ? ആ പിഴവല്ലേ പരിഹരിക്കേണ്ടുന്നത്? അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അത് സർക്കാരിന് തന്നെയാണ്, ആരോഗ്യ വകുപ്പിന് തന്നെയാണ്. എല്ലാ അഴിച്ചുപണികളും നടത്തേണ്ടുന്ന കാലം അതിക്രമിച്ചു. ജനപ്പെരുപ്പം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ കുമിഞ്ഞുകൂടി മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് കൈയൊഴിയുമ്പോഴും അതിനു വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനിക്കുകയല്ലേ വേണ്ടുന്നത്? കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടുന്നത്? സാധാരണ ജനങ്ങൾക്ക് നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർ മാത്രമല്ല, കൊല്ലം ജില്ലയിൽ നിന്നുള്ളവർ, കൊല്ലത്ത് മെഡിക്കൽ കോളേജില്ല, കൊല്ലം ജില്ലയിൽ നിന്നുള്ളവർ, ഈവൻ കന്യാകുമാരി, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ എല്ലാവരും തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്ന ഈ ഒരു മെഡിക്കൽ കോളേജ്, ഈ ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രം വളരെ കൃത്യതയോടും വളരെ നല്ല രീതിയിൽ മികവുറ്റതാക്കാൻ ശ്രമിക്കേണ്ടുന്നത് ഈ സർക്കാർ തന്നെയല്ലേ? ഏതായാലും അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം വിനിയോഗിച്ചത്. അത് സത്യസന്ധനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, ഞാൻ സത്യമേ പറയുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം അനാവശ്യമായിട്ട് ലീവുകൾ എടുക്കാറില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ പോലും അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിരവധി ലീവുകളാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പെൻഡിങ് ആയിട്ടുള്ളത്. അത്രയ്ക്ക് കൃത്യതയോടുകൂടി രോഗികളെ നോക്കുന്ന നല്ലൊരു ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സർക്കാരിന് പോലും മാറ്റിവെക്കാൻ പറ്റില്ല. എന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിനെ പരോക്ഷമായി വിമർശിക്കുകയാണ് ചെയ്തത്. നമ്പർ 1 ആരോഗ്യ മേഖലയെ മൊത്തത്തിൽ അദ്ദേഹം ഈ കളിയാക്കി, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റായി കണ്ടു എന്നുള്ള തരത്തിൽ വലിയ രീതിയിൽ വാദങ്ങൾ ഉണ്ടാക്കി പ്രതിപക്ഷത്തിന് വടി കൊടുത്തു എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിനെ പരോക്ഷമായി വിമർശിച്ചു. എന്തിന്? നിങ്ങളുടെ തെറ്റുകൾ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റെന്ന് അംഗീകരിക്കാനുള്ള ഒരു ക്ഷമയെങ്കിലും അങ്ങ് കാണിക്കണം. ആരോഗ്യമേഖല തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. മന്ത്രി വീണ ജോർജ് മെനഞ്ഞാന്ന് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളോടൊപ്പം വരാം, മെഡിക്കൽ കോളേജ് നമുക്ക് സന്ദർശിക്കാമെന്നുള്ളത്. എന്തുകൊണ്ട് പോയില്ല? ഞാൻ വെല്ലുവിളിക്കുന്നു, ആരോഗ്യമന്ത്രി വരൂ, ഞങ്ങളോടൊപ്പം വരൂ, ആ മെഡിക്കൽ കോളേജിൻ്റെ ദുരവസ്ഥ കണ്ട് മനസ്സിലാക്കൂ. ചില പ്രളയമൊക്കെ വരുന്നത് പോലെ മിന്നൽ വേഗത്തിൽ വന്ന് താഴെ വന്ന് നിന്ന്, അല്ലെങ്കിൽ കാഷ്വാലിറ്റിയുടെ റിസപ്ഷനിൽ വന്ന് നിന്ന് പോകുന്നതല്ല പരിശോധന എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോ മുക്കും മൂലയും പരിശോധിക്കണം. ജനങ്ങളുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കണം. 2 ദിവസം മുമ്പ് പോലും വാർഡുകളിലെ ശോചനീയാവസ്ഥ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നു. നിരവധി രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പുറത്തു വന്നു. എല്ലാ വകുപ്പുകളിലും നിങ്ങൾ കൈകയറണം. അതിൻ്റെ പ്രതിസന്ധികൾ നിങ്ങളത് കണ്ടെത്തണം. എവിടെയാണ് പാകപ്പിഴകൾ ഉണ്ടായെന്ന് അത് പരിശോധിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങൾ വെറുത്തു പോകും. ഡോക്ടർ ഹാരിസിനെ പോലെ ഇനി മറ്റൊരു ഹാരിസ് ഉണ്ടാവുമോ എന്നുള്ളതറിയില്ല. പക്ഷേ മെഡിക്കൽ കോളേജ് പഴയതുപോലെ തുടർന്നാൽ അത് ജനങ്ങൾ നിങ്ങളെ കൂടുതൽ വെറുക്കുകയാണ് ചെയ്യുന്നത്. പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടുന്നത്. പരിശോധിച്ച് യഥാർത്ഥ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടുന്നത്. അല്ലാതെ മറ്റുള്ളവരെ പരിതപിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയല്ല ചെയ്യേണ്ടുന്നത്. ഏതായാലും ഈ ഡോക്ടർ ഹാരിസ് മൂലം മെഡിക്കൽ കോളേജിൽ കുറച്ചെങ്കിലും
അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ തടയിടാൻ സാധിച്ചു. ഒപ്പം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റൊരു ഡോക്ടറിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഏത് നടപടിയും സ്വീകരിക്കാൻ തയ്യാറെടുപ്പോടുകൂടി തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം നടപടി വരും. അദ്ദേഹത്തിന് നന്നായിട്ടറിയാം നടപടി മുകളിൽ നിന്ന് തന്നെ വരും. അതിന് തയ്യാറായി തന്നെ നട്ടെല്ലോടുകൂടി തന്നെ അന്തസ്സായിട്ട് തലയുയർത്തി തന്നെ അദ്ദേഹം വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് മന്ത്രി വീണ ജോർജ്.